5 ദിവസം തുടർച്ചയായി മർദ്ദനമേറ്റ് വധശ്രമത്തിന് അടക്കമുള്ള തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടും ആ ഹോസ്റ്റലിൽ കിടന്നിട്ട് ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് അത് സാധിക്കില്ല. അതുകൊണ്ട് ഈ തരത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ അക്കാദമിക് ഭീകരത നടപ്പിലാക്കുന്ന SFI എന്നുള്ള ക്രിമിനൽ സംഘം, ആ ക്രിമിനൽ സംഘം നടത്തിയിട്ടുള്ള ഈ കൊലപാതകത്തിന് അവർക്ക് കൂട്ടുനിന്നിട്ടുള്ളവരാണ് അധികൃതരായിട്ടുള്ള ഈ ഡീനും അസിസ്റ്റൻറ്റ് ഹോസ്റ്റൽ വാർഡനും. അക്കാദമിക് ഭീകരതയുടെ ഭാഗമായിട്ടാണ് ഈ ഹമാസ് ഭീകരരെ മുഴുവൻ ഗ്ലോറിഫൈ ചെയ്യുന്ന ഇൻതിഫാദ് എന്നുള്ള പേര് ഇപ്പോൾ കേരള സർവകലാശാലയുടെ കലോത്സവത്തിനടക്കമിടാൻ കൊല്ലത്ത് ആ കലോത്സവത്തിന് പേരിട്ടിരിക്കുന്നത് ഇൻതിഫാദ് എന്നാണ്. ഹമാസ് ഭീകരരെ മുഴുവൻ തന്നെ മഹത്വവൽക്കരിക്കാനുള്ള നടപടിയെടുക്കുന്ന ആളുകൾ, ആ ആളുകളെ നടപ്പിലാക്കുന്ന ക്യാമ്പസ് ഭീകരത, ആ ക്യാമ്പസ് ഭീകരത അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാക്കണം. മലയാളം ശ്രേഷ്ഠ ഭാഷയാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് മലയാളത്തിൽ ഒരു വാക്കും കിട്ടാതെ അറബിക്കിൽ നിന്ന് വാക്ക് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഹമാസ് ഭീകരരെ മുഴുവൻ തന്നെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാണ്. ഈ സംഭവം ഒരു ആത്മഹത്യ മാത്രമായിട്ട് അവസാനിപ്പിച്ച് ഈ കേസ് തേച്ചുമാച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമത്തിന് കൂട്ടുനിന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. സംശയാസ്പദമായിട്ടുള്ള മുറിവുകൾ കണ്ടിട്ടും പോലീസിന് ആ കാര്യം അന്വേഷിക്കണമെന്ന് തോന്നിയില്ല. ആഭ്യന്തരമന്ത്രിക്ക് ഈ കാര്യത്തിൽ തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയുമോ? ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇന്നലെ വളരെ കാര്യമായിട്ട് പറഞ്ഞത് തൻ്റെ ഇസ്തിരിയിട്ട വസ്ത്രത്തിൽ മരപ്പെട്ടി മൂത്രമൊഴിച്ചതിനെ പറ്റിയാണ് മുഖ്യമന്ത്രി വളരെ കാര്യമായിട്ട് പറഞ്ഞത്. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മരപ്പെട്ടി ആർക്കാണ് കൂട്ടു നിൽക്കുന്നതെന്ന്. അല്ല, ഈ മരപ്പെട്ടിക്ക് കൂട്ടായിട്ടുള്ള ആളുകളാണോ ക്ലിഫ് ഹൗസ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത്രയധികം മരപ്പെട്ടി എവിടെ നിന്ന് നിൽക്കണമെങ്കിൽ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ സഹപാഠികളുടെ ലഹരി മാഫിയയുടെ മർദ്ദനമേറ്റ് കൊല ചെയ്യപ്പെട്ട സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഇസ്തിരിയിട്ട വസ്ത്രത്തിൽ മരപ്പെട്ടി മൂത്രമൊഴിച്ചു എന്നുള്ളതാണ്. ദയവ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ ഈ തരത്തിൽ വിഡ്ഢികളാക്കരുത്. മുഖ്യമന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഇസ്തിരിയിട്ട വസ്ത്രത്തിൽ മരപ്പെട്ടി മൂത്രമൊഴിച്ചതല്ല. ഈ നാട്ടിൽ ചെറുപ്പക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ പോകുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ സഹപാഠികളുടെ ലഹരി മാഫിയക്ക് നേതൃത്വം നൽകുന്ന ക്രിമിനലുകളുടെ അക്രമത്തിനിരയായി മരണപ്പെടുന്നതാണ്. മരണപ്പെടുന്നു എന്ന് മാത്രമല്ല, അത് തേച്ചുമാച്ച് കളയാൻ കോളേജ് അധികൃതരും അതിന് കൂട്ടുനിൽക്കുന്ന ഒരു പോലീസ് സംവിധാനവും കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ തൂങ്ങി മരിച്ച പാടുകൾക്ക് പുറമെ സിദ്ധാർത്ഥൻ്റെ കഴുത്തിൽ 2 ദിവസം പഴക്കം ചെന്ന മുറിവുമുണ്ടായിരുന്നു. ഇലക്ട്രിക് വയറിന് പുറമെ ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചതിൻ്റെ പാടുകളുമുണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. ഇത്രയും കണ്ടിട്ട് പോലീസുകാർക്കൊന്നും തോന്നിയില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ അന്ന് രാജനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന് സമാനമായിട്ടുള്ള കൊലപാതകമാണ് ഈ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ സംഭവത്തിന് ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ SFI ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ സംഭവത്തെ ആത്മഹത്യയായിട്ട് ചിത്രീകരിച്ച് തേച്ചുമാച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് എന്ന് കൂടി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് കൂടി നടപടികൾ എടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ സിദ്ധാർത്ഥിൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. അച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നു, അച്ഛനും അമ്മയുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. ഈ കേസ് ഇവരാരൊക്കെ ശ്രമിച്ചാലും ശരി, ഈ കേസ് തേച്ചുമാച്ച് കളയാൻ, ഈ കേസിൻ്റെ കാര്യത്തിൽ പ്രതികളായിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ ഇവരാരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അത് നടപ്പിലാവില്ല.
സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് നിയമപരമായിട്ടുള്ള പരിരക്ഷ ആ ചെറുപ്പക്കാരൻ്റെ മരണത്തിന് ആ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിന് ലഭിക്കും എന്ന് ഉറപ്പുവരുത്താൻ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ ഞങ്ങൾ നേരിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതിനുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നതിന് പകരം സർക്കാർ തന്നെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.